ഹലോ, നമസ്കാരം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വണ്ടി മാരുതി സുസുക്കിൻ്റെ വാഗനറാ. ഇത് ടൈപ്പ് 3 മോഡലാണ്. അതായത് 2006 തൊട്ടിട്ട് 2010 വരെ വന്ന മോഡല്. അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ്. 1000 cc മേളിലുണ്ട് ഇതിന്. 1100 ആണെന്ന് എനിക്ക് തോന്നുന്നത് CC. അത്യാവശ്യം നല്ല സെറ്റപ്പ് വണ്ടിയാണ്. ഇത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 വന്നിട്ടുണ്ട്. ഇത് 3 മോഡലാട്ടോ. ഓക്കെ, ഇതിൻ്റെ ഈ സൈഡ് വ്യൂ ഒക്കെ കണ്ടില്ലേ, അത്യാവശ്യം നൈസാണ് കാണാൻ. ഇതിൻ്റെ ബേക്ക് ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് 2007 മോഡലാട്ടോ. ഇതിൻ്റെ ബേക്ക് ഭാഗമൊക്കെ ഇതിൻ്റെ ടെയിൽ ലൈറ്റ് കണ്ടില്ലേ, ടെയിൽ ലൈറ്റ് ഈ ടൈപ്പ് വരിക. ഇതാ ഇങ്ങനെയാണ് ഇതിന് ബേക്കൊക്കെ. ഇത് VXI ആട്ടോ വേരിയൻറ്റ്. ബേക്ക് സൈഡ് ഇതാ ഇങ്ങനെ സ്പോയിലർ ഉണ്ട് ഇതിന്. പിന്നെ റൂഫ് ഏരിയയിലും ഉണ്ട്. ഇത് VXI ആയതുകൊണ്ട് കേട്ടോ, ഇത് രണ്ടുള്ള LXIക്ക് ഉണ്ടാവില്ല. ഇത് VXI. ഇതാ VXIൻ്റെ ഒരു ബാഡ്ജ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ മറ്റേ സെന്നിന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇതാണ് റിവേഴ്സ് ഫോഗ് എന്ന് പറഞ്ഞത്. റിയർ ഫോഗർ എന്നങ്ങാണ്ട് പറയാം അതിന്. കറക്റ്റ് എനിക്കറിയില്ല അതിനെന്താ പറയുക. ഇത് ഫുൾ ഓപ്ഷനേ വരുള്ളൂ. ഇനി ഇതിനകത്ത് ഫുൾ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതുണ്ടല്ലോ, ഡീഫോഗർ വന്നിട്ടുണ്ട്. ഇതും ഫുൾ ഓപ്ഷനേ വരുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ. ഏകദേശം വണ്ടി നല്ല രസമാണ്. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഓവറോൾ വ്യൂ ഇത് കണ്ടിട്ടുണ്ടാവും. റൂഫ് റെയിൽ ഇതാണ് ഞാൻ പറഞ്ഞ റൂഫ് റെയിൽ വരും. ഈ സാധനം അത്ര തന്നെ ഉള്ളൂ. ഒറ്റ മിനിറ്റ്, ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. VXIൻ്റെ ഒരു ബാഡ്ജിങ് കണ്ടില്ല. ഇത് LXI വന്നേക്കുന്ന വേരിയന്റ് എന്ന് പറയുമ്പോൾ LXI VXI. അതായത് LXനകത്ത് AC ഉണ്ടാവില്ല, അല്ല AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. LXIയിലോട്ട് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. വേറെ ഒക്കെ സാധാ ഓർഡിനറി ഇതേ ലുക്ക് ഒക്കെ ഉള്ള സാധാ വണ്ടി. അതിന് മീറ്റർ കൺസോളൊക്കെ ഓക്കെ. LXI. പിന്നെ VXIയിലോട്ട് വരുമ്പോൾ 2 ഡോറ് പവർ വിൻഡോ വരും. ഇത് 4 ഡോർ വരില്ല കേട്ടോ. VXI മറ്റേ സെന്നിനൊക്കെ 4 ഡോർ പവർ വിൻഡോ വരിക. ഇത് 2 ഡോർ പവർ വിൻഡോ. പിന്നെ AC പവർ സ്റ്റിയറിംഗ്. അത് മറ്റേനുള്ള LXIക്ക് ഉള്ളതാണ് AC പവർ സ്റ്റിയറിംഗ്. റിവേഴ്സ് ആന്റിഫോഗ്, ഡീഫോഗറും. പിന്നെ ബേക്ക് ഇതിനകത്ത് സ്പോയിലർ വരും, റൂഫ് റെയിൽ വരും, ഫ്രണ്ട് ഫോഗ് ലാമ്പ് വരും. ഇത്രയാണ് VXIയിലോട്ട് വരുന്നത്. അത്യാവശ്യം നല്ല 1000 cc എബോവ് ഉള്ള ഒരു എഞ്ചിനും അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ഉള്ള എഞ്ചിനുമാണ്. പക്ഷെ ഇതുകൊണ്ട് അങ്ങനെ വലിയൊരു വിട്ടന് പവർ അല്ല ഇതിന് ശരിക്കും. ഇതൊരു കംഫോർട്ടീവ് വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ മാരുതിന്റെ 800 നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ 800 ആൾട്ടോ, അത് കഴിഞ്ഞാൽ വാഗനാറ് വന്നേക്കുന്നത്. സെന്ന് വാഗനാറ് എസ്റ്റീവിനൊക്കെ ഇതിനേക്കാളും യാത്ര സുഖമുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾട്ടോ ആ ലെവലിലൊക്കെ വെച്ച് നോക്കുമ്പോൾ സെന്നിനേക്കാളിലൊക്കെ യാത്ര സുഖമുള്ള ഒരു വണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇരിക്കുന്ന സീറ്റ് ഉണ്ടോ, അത്യാവശ്യം നമ്മളൊരു കസേരയിൽ ഇരിക്കുന്നവരെ അത്യാവശ്യം നല്ല ഹൈറ്റ് ആയിട്ട് അപ്പറൈറ്റ് ആയിട്ടാണ് ഇരിക്കുക. നല്ല സുഖമാണ് ഇരുന്ന് പോകാനൊക്കെ. വലിയ കോർണറിങ് ഒക്കെ എടുക്കാനാണ്, വലിയ പവറിനൊന്നും പോയി എടുക്കാൻ അങ്ങനെയുള്ള ഒരു വണ്ടിയല്ല. അത് ചെറിയൊരു കുറച്ച് ഹൈറ്റ് കൂടിയ വണ്ടിയാണ്. കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറച്ചുകൂടെ കൂട്ടിയ വണ്ടിയാണ്. അത്യാവശ്യം കൊണ്ടുനടക്കാൻ ഒരു ചെറിയ ഫാമിലിക്ക് കൊണ്ടുനടക്കാം. പക്ഷേ എന്ന് വെച്ചാൽ മൈലേജ് കുറച്ച് കുറവാണ്. 14-15 ആവറേജ് കിട്ടുള്ളൂ. ഒരു 16 കൂടുതലൊന്നും എവിടെയും കിട്ടില്ല. പിന്നെ 18 ചിലർ പറയുന്നത് കേൾക്കലുണ്ട്. എനിക്ക് അത്ര തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നൊരു 15 വരെ മാക്സിമം പ്രതീക്ഷ മതി ഈ വാഗനറിന്. അത്രയൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 15 ഒരു 16 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടും. അതിൽ കൂടുതൽ കിട്ടൂല. ഇതാണ് ഇതിന്റെ മീറ്റർ ബോർഡൊക്കെ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ പോലെ RPM മീറ്ററും വന്നിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ. ഇത് RPM മീറ്റർ. തൊട്ടിപ്പുറം കാണുന്ന ഇത് സ്പീഡോമീറ്റർ. ഇത് തൊട്ട് ഈ സൈഡിലായിട്ടാണ്. ആൾട്ടോയ്ക്കൊന്നും ഇങ്ങനെയല്ല. ഹീറ്റും ഫ്യൂലും. ഇതിന്റെ മീറ്റർ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇത് എത്ര ലക്ഷം കിലോമീറ്റർ ഓടി? അത് കിലോമീറ്റർ ട്രിപ്പാണല്ലോ. 87,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. ഓട്ടം കുറവുള്ള വണ്ടിയാണല്ലോ. 2007 86,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ RPM മീറ്റർ ഒക്കെ ഉണ്ടോ. നല്ല രസമുണ്ട്. ഈ വണ്ടി അത്യാവശ്യം നൈസാണ്. വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് VXIക്ക് അത് പറയാം, അഡ്ജസ്റ്റബിൾ മിറർ കേട്ടോ. ഈ മിറർ അഡ്ജസ്റ്റബിൾ ആണ്. അതിന് സ്വിച്ചൊക്കെ ഇവിടെ വരിക. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് ജോയ്സ്റ്റിക്ക് പോലത്തെ സ്വിച്ചിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ മിറർ കുറച്ച് കോസ്റ്റ്ലിയാണ്. പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ അടിയിൽ അതിന്റെ വില ഇട്ടേക്കാം. കാരണം ഞാനൊരു വട്ടം മാറ്റിയിരുന്നത് കുറേ കാലമായി. ഞാനൊരു 2-3 വർഷം മുമ്പ് വർക്ക്ഷോപ്പിൽ ഒരു വട്ടം വന്നപ്പോൾ ഇത് തട്ടി വന്നിട്ട് ഇതിന് ഭയങ്കര വിലയാണ്. അപ്പം ഞാനത് മാറ്റിയിട്ട് അതിന്റെ വില ഓർമ്മ ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും. പക്ഷെ മറന്നു. ഞാനത് കറക്റ്റ് പറ്റുകയാണെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് ഇതിനകത്ത് കിട്ടുക മിററിന്റെ വില. പിന്നെ ഇതിന് അത്യാവശ്യം ബ്രേക്ക് സ്പേസും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കംപ്ലൈൻസിലോട്ട് കിടക്കാം. ബേക്കിൽ അത്യാവശ്യം വലിയ സ്ഥലം ഉണ്ടെന്ന് ഞാൻ പറയില്ല. കാലൊക്കെ വെച്ച് ഇരുന്ന് പോകാനുള്ള സ്ഥലമൊക്കെ തന്നെ ഉള്ളൂ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഇതാണ്. പക്ഷെ ഇതും എന്നാ വെച്ചാൽ സീറ്റ് നല്ല ഹൈറ്റ് ആയിട്ടാണ്. കണ്ടില്ല, കാലങ്ങനെ എന്താ പറയാ നിവർക്കൊന്നും വേണ്ട. നേരെ അപ്പറൈറ്റ് ആയിട്ട് പക്ക കസേരയിലൊക്കെ ഇരിക്കുന്ന അതേ ഒരു ഫീലില് നല്ല ഹൈറ്റിലിരിക്കാം നമുക്ക്. ഇതിന്റെ ബേക്ക് ഡിക്കി സ്പേസ് നിങ്ങൾ കാണിച്ചില്ല. അതാണ് ഇതിന്റെ ഡിക്കി സ്പേസ്. അത്യാവശ്യം 2 ബാഗൊക്കെ അത്രേ ഉള്ളൂ. ചെറിയ വണ്ടിയാണല്ലോ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് ഇതിപ്പോ പണി കഴിഞ്ഞ് കിടക്കുക. ഒരു 10,000 രൂപയുടെ പണിയായിട്ടുണ്ട് ഇപ്പൊ ഏകദേശം.
അതും എന്തൊക്കെയായിട്ട്. പക്ഷെ ഇത് ഏകദേശം ഇതിന്റെ മെയിൻ്റെനൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബേക്കോ കണ്ടില്ലേ, ബേക്ക് മാനുവൽ പവർ വിൻഡോ വയ്ക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇതിന്റെ മെയിൻ്റെനൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മെയിനായിട്ട് കംപ്ലൈന്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇഗ്നിഷൻ കോയിൽ പോകും. ഈ ഒരു സാധനം ഇത് 2 4 സിലിണ്ടർ വണ്ടിയിലോട്ട് 2 ഇതാക്കി കൊടുക്കുന്നത്. ഇത് കംപ്ലൈന്റ് വരും. ഒരു 1000 ചില്ലറ രൂപയുണ്ട്, 1300 1500 രൂപ ആ റേഞ്ചേ ഉള്ളൂ. ഈ അടുത്ത് ഞാൻ മാറ്റിയിട്ടില്ല, ഓർക്കുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ സാധാ ഷോക്ക് കാര്യങ്ങൾ, ഷോക്കൊക്കെ പിന്നെ റെഗുലറായിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഒരു 2200 ആ റേഞ്ചൊക്കെ. ക്ലച്ചിനാണെങ്കിൽ 2800 രൂപ അങ്ങോട്ട് വിലയുണ്ട്. അത് കയറ്റി വരുമ്പോഴത്തേക്ക് ഒരു 2800 ഒരു 4500 ആ റേഞ്ചിൽ കയറ്റി പണിക്കൂലെടുക്കാൻ കഴിയും. ഇതിപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് കഴിച്ച് പണിയെടുത്തത്, സ്റ്റിയറിംഗ് ബോക്സിന്റെ ബോൾ ജോയിന്റും കാര്യങ്ങളൊക്കെ പോയായിരുന്നു. അതെല്ലാം കൂടെ ഒരു 1500 രൂപ സ്റ്റിയറിംഗ് ബോക്സ് പണിയെടുത്തതും എല്ലാം കൂടെ ഒരു 1500 രൂപ. അത് എല്ലാം കൂടെ ഇതൊരു 10000 രൂപേന്റെ ബില്ല് വന്നിട്ടുണ്ട്. ഷോക്കിന്റെ ബുഷ്, ഷോക്കിന്റെ ഈ സൈഡ് ഷോക്ക് മാറ്റിയതാണ്. അങ്ങനെ മൊത്തത്തിൽ പണിയെടുത്തത്. ഇത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇഗ്നിഷൻ കോയിൽ ഒന്ന് കവർ ചെയ്തിട്ട് അടിക്കുക, പിന്നെ ഈ ത്രോട്ടിൽ ബോഡി ഒന്ന് കവർ ചെയ്ത് വെക്കുക വാഷ് ചെയ്യുന്നുള്ളവരാണെങ്കിൽ. പിന്നെ ഇത് എടുക്കുമ്പോൾ എന്നാ വെച്ചാൽ ജസ്റ്റ് ഇതിന്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. തുരുമ്പില്ലാത്ത വണ്ടി ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. 2007 2008 നമ്മൾ ഒരു 2006 വണ്ടിയൊക്കെ ആണെങ്കിൽ ഈ മോഡൽ അത്യാവശ്യം നല്ല യാത്രാസുഖമൊക്കെ. ഒരു 14 കിലോമീറ്റർ, ഒരു 16 കിലോമീറ്ററാണ് എനിക്കൊരു ആവറേജ് ഇതിന്റെ മൈലേജ് പോകുന്നത്. ഒരു 2007 മോഡലിനൊക്കെ ഏകദേശം ഇപ്പോൾ ഇതിപ്പോൾ 2007, ഇതിപ്പോൾ അടുത്ത് ഏകദേശം ഞാൻ നോക്കിയിട്ടൊരു 90 ഉറുപ്പ്യ കൊടുക്കാം 2007 വാഹനത്തിനൊക്കെ. പേപ്പറൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ. ഇത് എന്ന് വെച്ചാൽ റിന്യൂവലായി, അപ്പോൾ ഇതിന് കുറച്ച് മാർക്കറ്റ് കുറയില്ലടാ. റിന്യൂവൽ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മാർക്കറ്റ് കുറയാനാണ് ചാൻസ്. അല്ലെങ്കിൽ നമുക്കൊരു 90 രൂപ 1 രൂപയൊക്കെ കൊടുക്കാം. നല്ല രസമാണ് ഈ വണ്ടി ഓടിക്കാൻ. ഏകദേശം ഇതിന് ഞാൻ പറഞ്ഞ ഒരു 16 കിലോമീറ്ററൊക്കെ മൈലേജ് എനിക്ക് തോന്നുള്ളൂ. 4 സിലിണ്ടർ 1700 cc അങ്ങോട്ടുണ്ട് വണ്ടി. നല്ല രസമാണ്. പക്ഷേ ഇത് കാണാനും കൊണ്ടു നടക്കാനൊക്കെ യാത്രാസുഖമുണ്ട്. വലിയൊരു ഓവർ സ്പീഡും പൊട്ടിച്ച് പോകാനും കാര്യങ്ങളൊന്നും നടക്കിയാലെങ്കിലും ബാക്കിയുള്ളതിനൊക്കെ നല്ല യാത്രാസുഖവും കംഫർട്ടുള്ള വണ്ടിയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ബാക്കി അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പോകില്ല. ഇതിനൊരു സൈലൻസർ പോയി 1200 രൂപ സൈലൻസറിനൊക്കെ. അതൊക്കെ പിന്നെ റെഗുലറായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അതൊന്നും പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് പിന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഇതൊക്കെ തന്നെ ഞാൻ ആ പറഞ്ഞൊക്കെ സാധനങ്ങളൊക്കെ തന്നെയുണ്ട്. അത്യാവശ്യം സെറ്റ് ഇതിന് കമ്പനി വരുന്നതായിരിക്കും. സെറ്റ് കമ്പനി വരുന്നുണ്ട് കേട്ടോ, സെറ്റ് കമ്പനി വരും. അത് തന്നെ ഉള്ളൂ. ഇതിൻ്റെ കമ്പനി സെറ്റാണോ നോക്കിയോട്ടെ. സെറ്റ് VXIയിൽ വരുന്നുണ്ട്. ഞാൻ ആ കേസും കൂടെ പറയാൻ വിട്ടുമായിരുന്നു. ഇത് കൺവുഡ് ആയിരിക്കാം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അല്ലേ. ഏകദേശം സെറ്റ് വരുന്നുണ്ടോ? സെറ്റ് ഉണ്ട്. ഓക്കെ, സെറ്റ് ഉണ്ട്, കൺഫേം ആയിട്ട് സെറ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇത്ര ഒക്കെ തന്നെ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്ന WagonR എടുക്കുകയാണെങ്കിൽ ഈ മോഡലായിരിക്കും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നുന്നത്. ബാക്കി ഇപ്പോൾ വരുന്നൊക്കെ 3 സിലിണ്ടർ വണ്ടിയാണ്, കുറച്ചുകൂടെ മൈലേജ് ഒക്കെ കിട്ടും. പക്ഷെ എന്നാൽ യാത്രാ സുഖം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്താണ് സുഖം. മറ്റേ പുതിയ WagonR'ൊക്കെ എന്താ വെച്ചാൽ ബാലൻസ് ഡൂഷ് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു അടി ഓട്ടോമാറ്റിക്കലി എപ്പോഴും ഉണ്ടാവും വണ്ടിക്കകത്ത്, ബാലൻസ് ഡൂഷ് വരാത്തതിൻ്റെ. പിന്നെ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി ആകുമ്പോൾ കാണാനും നല്ല രസമുണ്ട്. എനിക്ക് ഇത് പൊതുവേ ഈ വണ്ടിയോട് ഭയങ്കര താല്പര്യമുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, മൊത്തത്തിൽ അത്യാവശ്യം നല്ല യാത്രാസുഖമാണ്. മറ്റേ WagonR ഏകദേശം ഇതിന് WagonR മൊത്തത്തിലൊരു ഇരിപ്പും കാര്യങ്ങളും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ സെയിം തന്നെയാണ്, വലിയൊരു സീനൊന്നുമില്ല. അത്ര തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു WagonR എടുക്കുകയാണെങ്കിൽ ഈ മോഡൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് നല്ല വണ്ടി. ഈ മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ടൈപ്പ് 3 എടുക്കുകയാണെങ്കിൽ ഒന്നര ലുക്കായി. ടൈപ്പ് 1 2 ഒക്കെ അത്യാവശ്യം രസമുണ്ട്. അതിൻ്റെ ഫോട്ടോയും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എൻ്റെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വണ്ടിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനൊക്കെ അറിയുള്ളൂ. എൻ്റെ ഒരു സംസാരമൊന്നും അത്ര ക്ലിയർ അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നോക്കുന്നുണ്ട്. ഏതാണെങ്കിലും WagonR ഈ വണ്ടി ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്ത ഒരു മീഡിയം, ഒരു സാധാരണക്കാരനെ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, താങ്ക് യു.